നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എങ്ങനെ കേരളത്തിൽ ജീവിക്കുമെന്നോർത്ത് ഭയപ്പെടുന്നു. ഈ നാട് വിട്ട് ഓടുന്നതാണ് നല്ലത് എന്ന് യുവാക്കൾ പറയുന്നത് വെറുതെയല്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിലേക്ക്. ഇപ്പോൾ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 1000 കോടിയിലധികം രൂപ ഓവർ ഡ്രാഫ്റ്റ്. കഴിഞ്ഞ മാസങ്ങളിലും ട്രഷറി പലപ്പോഴും ഓവർ ഡ്രാഫ്റ്റിലായി. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല. 15-ാം തീയതിക്ക് ശേഷം നികുതി വരുമാനം ട്രഷറിയിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് രക്ഷപ്പെടാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ മാസാവസാനം ശമ്പളത്തിനും പെൻഷനുമൊക്കെ വലിയ തുകയാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടത്. കടമെടുക്കേണ്ട അന്തിമാനുമതി ഇതുവരെയും കേന്ദ്രം നൽകിയിട്ടില്ല. 3000 കോടിക്കുള്ള ഒരു താൽക്കാലിക അനുമതി മാത്രമാണ് കിട്ടിയത്. നേരത്തെ കടമെടുക്കാനുള്ള അനുമതിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച കേരള സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ കൈയും നീട്ടി യാചിച്ചു നിൽക്കുന്ന കാഴ്ച. ഈ മാസം അവസാനമെങ്കിലും അന്തിമാനുമതി കിട്ടുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഷ്ടിച്ച് ഒന്ന് ശമ്പളം കൊടുക്കാൻ കഴിയും. ക്ഷേമ പെൻഷനുകൾ വൻ കുടിശ്ശികയായി ഇപ്പോഴും തുടരുന്നു. ഈ മാസത്തെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ തന്നെയാണ് സർക്കാരിനെ ഏറ്റവും അധികം കുഴയ്ക്കുന്നത്. ഇവരുടെ ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാന ധനവകുപ്പ് കണ്ടെത്തേണ്ടത് ഏകദേശം 9,000 കോടി രൂപ. പെൻഷൻ പ്രായം കൂട്ടും എന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പെൻഷൻ പ്രായം കൂട്ടി ഒന്ന് കൈകഴുകാമെന്ന ധാരണയിലായിരുന്നു ഇതുവരെ ധനമന്ത്രി. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ എടുക്കാവുന്ന വായ്പാ പരിധിയുടെ കണക്ക് ഇതുവരെ കേന്ദ്രം നൽകിയിട്ടില്ല. കേരളം ഇതു സംബന്ധിച്ച ആശങ്ക കേന്ദ്രത്തെ അറിയിച്ചു. എന്നാൽ എത്ര കടമെടുപ്പ് നടത്തിയാലും കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ സർക്കാർ ജീവനക്കാർക്ക് വേണ്ട 9,000 കോടി രൂപ എങ്ങനെ കണ്ടെത്തും? നടപ്പു സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇതുവരെ അതിനുവേണ്ട നടപടികൾ തുടങ്ങിയിട്ടില്ല. 16,000-ഓളം ജീവനക്കാരാണ് ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് പടിയിറങ്ങുന്നത്. ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ കണ്ടെത്തേണ്ടത് 9,000 കോടി രൂപ. പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സാവകാശം മാത്രമാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇതിനിടയിൽ ക്ഷേമ പെൻഷനുകൾ കൂടി ചേർന്നാൽ പിന്നെയും 6 മാസത്തെ കുടിശ്ശിക അവശേഷിക്കും. ഇതടക്കമുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നറിയാതെ കുഴയുകയാണ് ധനകാര്യമന്ത്രി. ഇതു സംബന്ധിച്ച ആശങ്കകൾ ധനമന്ത്രി പലരുമായും പങ്കുവച്ചു. ഈ കസേരയിൽ അധികകാലം ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന ചിന്തയാണ് ധനമന്ത്രി പോലും പങ്കുവയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത ഡിസംബറിലാണ്. പെൻഷൻ പ്രായം 1 വയസ്സെങ്കിലും കൂട്ടിയാൽ അതൊരു അനുകൂല രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുമോ എന്ന ഭയം CPM-നുള്ളിലുണ്ട്. എന്നാൽ നയപരമായ തീരുമാനം LDF എടുക്കണം, പിന്നീട് CPM അനുമതി കൊടുക്കണം, അതിനുശേഷം സർക്കാർ നടപടിക്രമങ്ങൾ. ഇതൊക്കെ പാലിച്ചു വരുമ്പോഴേക്കും ഈ 16,000 ജീവനക്കാർ അങ്ങ് കൂട്ടവിരമിക്കൽ നടത്തും. അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്ത് ഏതെങ്കിലും വിധത്തിൽ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേ തീരൂ സർക്കാരിന്. നടപ്പു സാമ്പത്തിക വർഷം സംസ്ഥാനത്തിനുള്ള കടപരിധി 37,512 കോടി രൂപയാണ്. ഡിസംബർ വരെയുള്ള ആദ്യപാദത്തിൽ എടുക്കാവുന്ന പരിധി കേന്ദ്ര ധനമന്ത്രാലയം അതാത് സംസ്ഥാനങ്ങൾക്ക് മെയ് 1 നിശ്ചയിച്ച് നൽകുകയാണ് പതിവ്. 3 ആഴ്ചയിലേക്ക് എത്തിയിട്ടും ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ തിരക്കായതുകൊണ്ടാവാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരമൊരു വീഴ്ച സംഭവിക്കുന്നത്. വായ്പാ പരിധി നിശ്ചയിച്ചു കിട്ടും വരെയുള്ള ചെലവുകൾക്കായി അടിയന്തരമായി 5,000 കോടി രൂപയെങ്കിലും മുൻകൂർ വേണമെന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് വെറും 3,000 കോടിക്ക് മാത്രം. ഇത് ഒന്നിനും തികയില്ല എന്ന് ധനവകുപ്പ്. കേരളീയവും നവകേരള സദസ്സുമൊക്കെ നടത്തി ഖജനാവ് പൊടിപ്പിക്കുന്നവർക്ക് ഇപ്പോൾ വീണ്ടും ഖജനാവിനെ തുറക്കാൻ ഒരു ലോക കേരള സഭ കൂടി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കെ ലോക കേരള സഭയ്ക്കായി സർക്കാർ 2 കോടി രൂപ അനുവദിച്ചു. പ്രവാസികളായുള്ള പൊങ്ങന്മാരെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് പൊന്നാടയണിയിച്ച് അവരുടെ കയ്യിലുള്ളതൊക്കെ ഊറ്റിയെടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്കും സംസ്ഥാന ഭരണകൂടത്തിനുമൊക്കെ ലോക കേരള സഭ ഒരു വല്ലാത്ത ആവേശമാണ്. ലോക കേരള സഭ ധൂർത്താണ് എന്ന പ്രതിപക്ഷ ആരോപണമൊന്നും ഒട്ടും യേശുന്നില്ല. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിനായി സർക്കാർ അടിയന്തരമായി 2 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ 182 പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. MLA-മാരും സംസ്ഥാനത്ത് നിന്നുള്ള MP-മാരും ഉൾപ്പെടെ ആകെ 351 അംഗങ്ങൾ. ഇത്തവണക്കത്തെ ലോക കേരള സഭയും പൊളിക്കും എന്നർത്ഥം. അംഗങ്ങളുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും താമസത്തിനുമായി 40 ലക്ഷം രൂപ നമ്മൾ അടിച്ചു പൊളിക്കും. പബ്ലിസിറ്റിക്ക് മാത്രം ഒരു 15 ലക്ഷം. പന്തൽ കെട്ടാനും ഇരിപ്പിടമൊരുക്കാനും ഇരിക്കട്ടെ ഒരു 35 ലക്ഷം. അംഗങ്ങളുടെ താമസത്തിനുമുണ്ട് 25 ലക്ഷം. ഭക്ഷണത്തിന് 10 ലക്ഷം വേറെ. അടിയന്തര ആവശ്യങ്ങൾക്ക് ഒരു 13 ലക്ഷം. സഭയിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനായി വേറെ ഒരു 50 ലക്ഷം.
വെബ്സൈറ്റ് നവീകരണത്തിനും വിവര സാങ്കേതിക സൗകര്യങ്ങൾക്കുമായി ഒരു 8 ലക്ഷം, ഓഫീസ് നടത്തിപ്പിനും മറ്റ് ചെലവുകൾക്കും 19 ലക്ഷം. എന്തായാലും ഖജനാവ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മുടിപ്പിച്ചുകൊണ്ടിരിക്കും. ദുരിതമനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയാലെന്താ, ലോക കേരള സഭയിൽ നമ്മുടെ പ്രവാസി പുങ്കുവന്മാരെത്തി ഒന്ന് അടിച്ചു പൊളിക്കട്ടെ. ധനമന്ത്രിയുടെ ഗതികേട് അല്ലാതെ എന്തു പറയാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.